യേശു കർത്താവ് ശിഷ്യന്മാരോട് അന്ത്യനാളുകളിൽ ഒരിക്കൽ പറഞ്ഞു, ലൂക്കോസ് 24:49, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിയാം, ഭൗതികമായ നമ്മുടെ ശക്തി, നമ്മുടെ സാമർഥ്യം, നമ്മുടെ ബലം കൊണ്ട് മാത്രം നമുക്ക് വിജയകരമായൊരു ക്രൈസ്തവ ജീവിതം സാധ്യമല്ല. ആയതിനാൽ ദൈവത്തിൻ്റെ അപരിമിതമായൊരു ശക്തിയുടെ പ്രകാശനവും വീണ്ടെടുപ്പും ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. വിനയപ്പെടുന്ന ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി പകരും എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. വിനയപ്പെടുന്ന ഹൃദയങ്ങളിൽ അതുണ്ടാകുന്നു. ബൈബിളിൽ പല സന്ദർഭങ്ങളിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിൻ്റെ ചില നിർണായക സന്ധികളിൽ മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി, ദൈവത്തിൻ്റെ ശക്തിക്കായി കാത്തിരുന്ന് പ്രാപിച്ചത് നമ്മൾ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ശമൂൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിൽ ദാവീദ് അദുല്ലാം ഗുഹയിൽ ഒളിച്ചു താമസിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തൻ്റെ പിതൃഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ മറ്റൊരിടത്ത് പാർപ്പിച്ചിട്ട് ദാവീദ് ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്ത് ഇരുന്നു. എന്തിനാണ്? 3-ാമത്തെ വാക്യം, ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്യണം, എന്തു ചെയ്യും എന്നറിയുവോളം. ദൈവം എനിക്ക് വേണ്ടി എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നറിയുവോളം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നറിയുവോളം പ്രാർത്ഥനയിൽ പോരാടാൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ദാവീദ് ഇരുന്നു. സന്ദർഭം 2, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ പെനിയേലിലെ യാക്കോബിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഏശാവിനെ അഭിമുഖീകരിക്കുക എന്നുള്ള സന്ദേഹം ഉള്ളിൽ രൂക്ഷമായി നിലകൊണ്ടപ്പോൾ, നാളെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ നേരിടാൻ പോവുകയാണ്, അഭിമുഖീകരിക്കാൻ പോവുകയാണ്. താൻ ചതിച്ച, താൻ പറ്റിച്ചിട്ട് പോയ തൻ്റെ സഹോദരനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഒരുക്കം ആവശ്യമാണ്, ഒരു ശക്തി ആവശ്യമാണ്. അതിന് പെനിയേലിലെ യാക്കോബ് മറ്റെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അവിടെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. പർവ്വതത്തിലെ മോശ, മരുഭൂമിയിലെ യേശു, ഇങ്ങനെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ ശക്തിക്കായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചവർ അനേകരുണ്ട്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഈ ശക്തി നമുക്ക് ആവശ്യമാണ് എന്ന് മറക്കരുതേ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഈ പരിശുദ്ധാത്മ ശക്തി എന്തിനാണ് നൽകപ്പെടുന്നത്? ഈ ശക്തി എന്ന പ്രയോഗം, ഉയരത്തിലുള്ള ഈ ശക്തി നമുക്ക് എന്തിനാണ് നൽകപ്പെടുന്നത്? ഈ ശക്തിയുടെ പ്രത്യേകതകൾ എന്താണ്? ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു. നമ്പർ 1, പരിശുദ്ധാത്മ ശക്തിയുടെ 1-ാമത്തെ പ്രത്യേകത, ഇത് ആലോചനയുടെ ശക്തിയാണ്. ആലോചനയുടെ ശക്തി. 2 തീമോഥെയോസ് 1:7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അറിവുണ്ട് അലിവില്ല, അറിവുണ്ട് തിരിച്ചറിവില്ല എന്ന ഈ കാലഘട്ടത്ത് ദൈവം തമ്പുരാൻ നമുക്ക് സുബോധത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് 2 തരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് ഇമ്പൾസീവ് ലിവിങ്, മറ്റൊന്ന് കോൺഷ്യസ് ലിവിങ്. ഇമ്പൾസീവ് ലിവിങ് എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കുക, ബോധിച്ചതുപോലെ പെരുമാറുക. കോൺഷ്യസ് ലിവിങ് എന്ന് പറഞ്ഞാൽ ബോധ്യങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുക, ബോധ്യങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുക. ഈ 2-ാമത്തെ ജീവിതക്രമത്തിന് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് എടുക്കുന്നൊരു തീരുമാനമല്ല. ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ. ആലോചനയുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുന്നു. ആലോചനയുടെ ശക്തിയെ നമ്മുടെ മേൽ പകരുന്നു. സുബോധത്തിൻ്റെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട തീക്ഷ്ണമായൊരു ധാർമ്മിക അച്ചടക്കത്തിൻ്റെ പേരാണ് സുബോധം. ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട തീക്ഷ്ണമായൊരു ധാർമ്മിക അച്ചടക്കം.
വീട്ടിൽ വളരെ ദേഷ്യത്തോടെ വന്ന ഒരു പോലീസ് ഓഫീസർ ഓഫീസിലെ ദേഷ്യവും ഓഫീസിലെ പ്രശ്നങ്ങളും എല്ലാം ഭാര്യയോടാണ് തീർത്തത്. ഭാര്യയോട് ഇങ്ങനെ ശടിച്ചും ശകാരിച്ചും സംസാരിച്ചു. ഈ സങ്കടം കൊണ്ട് ഭാര്യ ആ ദേഷ്യം മൊത്തം മോനോട് പ്രകടിപ്പിച്ചു. മോനോട് ശടിച്ചും ശകാരിച്ചും സംസാരിച്ചു. പപ്പയും അമ്മയും തമ്മിൽ ഈ വഴക്ക് കൂടുന്നതും അമ്മ ഇങ്ങനെ ശകാരിക്കുന്നതും സഹികെട്ട് ഈ മോൻ റിമോട്ട് കൺട്രോൾ എടുത്ത് പട്ടിക്കൊറ്റ കയറി കൊടുത്തു. പട്ടി 2 പ്രാവശ്യം മോങ്ങി, പിന്നെ മിണ്ടാതിരുന്നു. മിണ്ടാതിരിക്കാനും ചിലർ വേണ്ടേ? ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മിക അച്ചടക്കം. പ്രിയമുള്ളവരെ, മറ്റൊന്ന് എന്താണ് ഈ സുബോധത്തിൻ്റെ ആത്മാവ്? അനുഭവങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ പേരാണത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ. ജീവിതത്തിൽ നമുക്ക് ഒരു വഴി അടയുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ സമാന്തര സംവിധാനങ്ങൾ സാധ്യമാണ്. ആൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ. ജീവിതത്തിൽ സമാന്തരമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പമുണ്ടാകണമെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെക്കുറിച്ച് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷെ ഒപ്പമുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ പോലും ആലസ്യത്തിൻ്റെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ മറ്റൊരു സംവിധാനം കർത്താവ് ഗത്സമനയിൽ യേശുവിനായി ഒരുക്കി. ആ സംവിധാനമാണ് ഒരു ദൂതനെ അയച്ച് ആശ്വസിപ്പിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ ഒപ്പമില്ലാതെ വന്നപ്പോൾ സ്വർഗത്തിന് മറ്റൊരു സംവിധാനമുണ്ടായിരുന്നു. ഒരു ദൂതനെ അയച്ച് യേശുവിനെ ആശ്വസിപ്പിച്ചു. ആൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ. ഇങ്ങനെ ജീവിതം വെച്ച് നീട്ടുന്ന അനുഭവങ്ങളെ അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്, അതുപോലെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തിൻ്റെ പേരാണ് ബോധ്യങ്ങളിൽ ജീവിക്കുക, സുബോധം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അടിമുടി മാറ്റി അത്ഭുതവും മാന്ത്രികമായൊരു മായാജാലവും കാണിക്കുമെന്ന് വിചാരിക്കരുത്. ജീവിതം വെച്ച് നീട്ടുന്ന ഒരുപക്ഷെ സഹനങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും അത് സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ മാറ്റുന്ന ഒരു ശക്തിയുടെ പേരാണത്, ആലോചനയുടെ ശക്തി. നമ്പർ 2, ഈ ശക്തിയുടെ രണ്ടാമത്തെ പ്രത്യേകത അന്ധകാരത്തിൻ്റെ കോട്ടകളെ തകർക്കുന്ന ഒരു ശക്തിയാണ്. അന്ധകാരത്തിൻ്റെ കോട്ടകളെ തകർക്കുന്നു. 2 കൊരിന്ത്യർ 10:4, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അഭൗമമായ ഒരു തിന്മ ശക്തിയുടെ തേരോട്ടം ഈ ലോകത്തിലുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അഭൗമമായ, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമായ, നമ്മുടെയൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത, നമ്മുടെ ചിന്തകളിൽ ഒതുങ്ങാത്ത തിന്മ ശക്തികളുടെ ഒരു തേരോട്ടം ഈ ലോകത്തിലുണ്ട്. സാത്താനെന്നോ പിശാചെന്നോ അന്ധകാരമെന്നോ ഇരുട്ടെന്നോ ഇതൊക്കെ ബൈബിളിലെ പര്യായങ്ങളാണ്, ബൈബിൾ ഉപയോഗിച്ചുള്ള പര്യായങ്ങൾ ഇതുണ്ട്, ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് മനുഷ്യരായ നമുക്ക് കേവലം ചില ശക്തി കൊണ്ട്, കേവലം ചില കാര്യങ്ങൾ കൊണ്ട് ഈ അന്ധകാരത്തിൻ്റെ പോരാട്ടങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അതിന് നമുക്ക് പരിശുദ്ധാത്മശക്തി കൂടിയേ തീരൂ എന്നുള്ളതാണ്. യേശു പോലും ഈ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി. ഈ അടുത്ത കാലത്തൊരു ധ്യാനഗുരു യേശുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് പ്രധാനമായും 3 പ്രലോഭനങ്ങളാണ് അതിജീവിച്ചത്. ഒന്ന്, കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. ധ്യാനഗുരു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്: സന്ദർഭോചിതമായി പ്രസക്തനാകുക, ടു ബി റെലവൻറ്റ്. ഇതാണ് ക്രിസ്തു അതിജീവിച്ച 1ാമത്തെ പ്രലോഭനം. 2, താഴേക്ക് ചാടാൻ പറഞ്ഞു, ടു ബി സ്പെക്ടക്കുലർ. 3, എല്ലാ രാജ്യങ്ങളും നിനക്ക് തരാം എന്ന് പറഞ്ഞു, ടു ബി പവർഫുൾ. ഈ 3 സാത്താന്യ പ്രലോഭനങ്ങളെയും ക്രിസ്തു തോൽപ്പിച്ചു. എന്തുകൊണ്ട്? യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്. ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ബോധ്യം അന്ധകാരത്തിൻ്റെ ശക്തികളുമായി ഈ ലോകത്തിലുള്ള നമ്മുടെ പോരാട്ടത്തെ ബലപ്പെടുത്തുന്നത് ഈ ബോധ്യമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്. ദൈവം പ്രഥമ പരിഗണനയായി മാറുന്ന, ഫസ്റ്റ് ചോയ്സായി മാറുന്ന, ദൈവം കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന ബോധ്യമുള്ള ഒരു നിലപാടിൻ്റെ പേരാണത്.
അന്ധകാരത്തിൻ്റെ പോരാട്ടങ്ങളെ തകർക്കാനുള്ള ശക്തി. നമ്പർ 3, പരിശുദ്ധാത്മ ശക്തി, ഈ പവർ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ കാര്യം ദൗത്യ നിർവഹണത്തിനുള്ള ശക്തി. എ പവർ ഫോർ മിഷൻ, ദൗത്യ നിർവഹണത്തിനുള്ള ശക്തി. റോമർ 15:18, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. 2 കൊരിന്ത്യർ 12:9 വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബലഹീനത കൊണ്ട്, പക്ഷേ ആ ബലഹീനതകളിലും തികവുള്ളതായി വരുന്ന ദൈവശക്തിയെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രൈസ്തവനാണോ? മിഷൻ നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. എവറി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി. അതുകൊണ്ട് ഡാന റോബർട്ട് എന്ന് പറയുന്ന ഒരു ചിന്തക ഒരിക്കലിങ്ങനെ പറഞ്ഞു, വി ഇൻഹെയിൽ ഇൻ വർഷിപ്പ് ആൻഡ് എക്സെയിൽ ഇൻ വിറ്റ്നസ്. ആരാധന ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ്. അതിൽ നമ്മൾ ആരാധനയെ ശ്വസിക്കുന്നു, നമ്മുടെ സാക്ഷ്യത്തെ ഉച്ഛ്വസിക്കുന്നു. വി ഇൻഹെയിൽ ഇൻ വർഷിപ്പ്. ഈ ഓരോ ആരാധനയിൽ നമ്മളിങ്ങനെ ദൈവശക്തി ഇങ്ങനെ വലിച്ചു പിടിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്, നമ്മുടെ ചംക്രമണവുമായി ബന്ധപ്പെടുത്തുകയാണ്. എന്നിട്ടോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, ഈ പള്ളി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ സാക്ഷ്യത്തെ ഉച്ഛ്വസിക്കുന്നു, നമ്മുടെ സാക്ഷ്യ ജീവിതത്തെ നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി, വേലക്കാരായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും വിനയപ്പെടാനുള്ള ഒരു മനസ്സും സന്നദ്ധതയും സമർപ്പണവും നമുക്കുണ്ടോ? നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ഈ മതങ്ങളിൽ വെച്ച് നമ്മുടെ ചുറ്റുമുള്ള കുറേ മതങ്ങളുണ്ട്. ഈ മതങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ഹൈറാർക്കി ദൈവാലയത്തിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന മതം ഏതാണ്? നമ്മളാണ്. ഈ അധികാരത്തിൻ്റെ ശ്രേണീതലങ്ങളിലെല്ലാം ഏറ്റവും അധികം ഹൈറാർക്കിയും ഈ വലിപ്പം ചെറുപ്പമൊക്കെ കാണിക്കുന്ന ഒരു ഇടമെന്ന് പറഞ്ഞാൽ പള്ളിക്കകത്താണ്. കൊണാർക്കിലൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ ശിഖർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ ശിഖറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവരുടെ ചെരുപ്പ് സൂക്ഷിക്കുന്നവരുടെ ജോലിയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവരുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആളിൻ്റെ പേരാണ് ശിഖർ. ഞാൻ ദി വീക്ക് എന്നൊരു മാസികയിൽ വാരികയിൽ വായിച്ചതാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദി മില്യണയർ മുകേഷ് അംബാനി ഈ കൊണാർക്കിലെ ക്ഷേത്രത്തിൽ പോയി ഒരാഴ്ച ശിഖറിൻ്റെ ജോലി ചെയ്തു. ശിഖറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ തൊഴാൻ വരുന്നവരുടെ ചെരുപ്പ് വാങ്ങി സൂക്ഷിക്കുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു നേർച്ചയായിരുന്നു. നമ്മൾ ഇസ്ലാം ദൈവാലയങ്ങളിൽ ഒന്ന് പോവുക. ഇസ്ലാം ഈ അടുത്ത കാലത്ത് വളരെ പ്രസിദ്ധമായി വൈറലായ ഒരു ചിത്രമാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. അത് റംസാൻ കാലയളവിൽ ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചൊരു ചിത്രം വളരെ വൈറലാവുകയായിരുന്നു. അപ്പോൾ ഈ ആള് ആ പള്ളിക്കകത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രധാന ഇരിപ്പിടമൊന്നുമില്ല. അവിടെ ഒരുമിച്ച് കൂടി വന്ന് നിസ്കരിക്കാൻ വരുന്ന എല്ലാവർക്കും ഒപ്പം വന്ന് നിസ്കാരത്തിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പള്ളിക്കകത്ത് ഒരു പ്രധാനി വന്നാലോ ഏതും ആരാധനയുടെ ഇടത്തിലും, ഞാൻ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, എന്നെ കുറ്റപ്പെടുത്തിയാണ് കേട്ടോ, എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഏത് ആരാധനയിൽ നമ്മുടെ ദേവാലയത്തിൽ ഒരു പ്രധാനി വന്നാൽ നമ്മൾ അയാളെ സ്വീകരിക്കുന്ന ആരാധനയിൽ നമ്മൾ മറക്കില്ലേ? ആരാധനയിൽ നമ്മൾ മറക്കും, എല്ലാം മറക്കും. എന്നിട്ട് അയാളെ സ്വീകരിക്കുന്ന വിധം എന്താണ്? പ്രിയമുള്ളവരെ, വിനയപ്പെടുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നു എന്ന് ഈ ഭാഗം നമ്മോട് ശക്തമായി പറയുന്നുണ്ട്. നമ്മുടെ ശക്തി എന്താണ്? വിനയപ്പെടലിൻ്റെ, താഴ്മയുടെ, കർത്തൃസന്നിധിയിൽ വിനയപ്പെടുന്നതിൻ്റെ ഒരു ശക്തി നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്പർ 4, പരിശുദ്ധാത്മശക്തി നമുക്ക് നൽകുന്ന നാലാമത്തെ കാര്യം സഹനങ്ങൾ ഏറ്റെടുക്കുന്ന, കഷ്ടത സഹിക്കാനുള്ള ഒരു ശക്തിയാണ്. 2 തിമോത്തിയോസ് 1:8, സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം എന്നോട് കഷ്ടം സഹിക്കാം. സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം എന്നോട് കഷ്ടം സഹിക്കാം.
ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ട്. എവറി പ്രിവിലേജ് പ്രീസപ്പോസ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേടിയ, നമ്മൾ സ്വന്തമാക്കുന്ന ഏതൊരു അവകാശവും ഏതൊരു അനുഗ്രഹവും ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളെ കൂടുതലായി അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, കൂടുതലായി നന്മകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ പിന്നിൽ കുറച്ച് കഷ്ടം സഹിക്കാനും വേദനപ്പെടാനും സഹനങ്ങളിലൂടെ കടന്നു പോകാനും സന്തോഷത്തോടെ സഹനങ്ങളെ ഉദാത്തീകരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രാർത്ഥനയ്ക്ക് 3 തലങ്ങളുണ്ട് എന്നാണ് പറയുക. ഒന്നാമത്തെ തലം, ഞാൻ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു. രണ്ടാമത്തെ തലം, ദൈവം സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. മൂന്നാമതൊരു തലമുണ്ട്, ഞാനും സംസാരിക്കുന്നില്ല, ദൈവവും സംസാരിക്കുന്നില്ല, പിന്നെ കൂടെ ഇരിക്കുന്നു, ഒപ്പം ഇരിക്കുന്നു. ഈ മൂന്നാമത്തെ തലം വളരെ സവിശേഷമായൊരു തലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതക്രമങ്ങളിൽ എപ്പോഴും ഒപ്പമുള്ളൊരു കർത്താവിനെ നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു തലമാണ്. നമ്മളിങ്ങനെ കർത്താവിനോട് പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു, കർത്താവ് നമ്മളെ കേൾക്കുന്നു, ദൈവം തമ്പുരാൻ ചില സന്ദർഭങ്ങൾ നമ്മോട് സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. എന്നതിലുപരിയായി ഞാനും എൻ്റെ കർത്താവും ഒപ്പം ഇരിക്കുന്ന, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഗാഡ്, ദൈവവുമായി കുറെ നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു തലം അതിനുണ്ട്. അതുകൊണ്ട് തീമോത്തിയോസ് എന്ന യുവ സുവിശേഷകനോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, നീ പ്രാപിച്ച ദൈവശക്തിക്കൊത്തവണ്ണം സഹനങ്ങളിലൂടെ കടക്കാനും കഷ്ടത ഏറ്റെടുക്കാനും പാടുപെടാനും അധ്വാനിക്കാനും പ്രയത്നിക്കാനും മെനക്കെടാനും ശുശ്രൂഷിക്കാനും നിനക്ക് കഴിയട്ടെ. ഇതാണ് അതിപ്രധാനമായ ഒരു വസ്തുത. ഏറ്റവും ഒടുവിലായി ദൈവശക്തി നമ്മുടെ മേൽ പകരുന്നത് പ്രത്യാശിക്കാനുള്ളൊരു ശക്തിയാണ്. റോമർ 15:13 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധരായിത്തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ഞങ്ങൾ മാറി. എന്താണ് പ്രത്യാശ? ഒരു മൃഗവും ആകാശം കാണുന്നില്ല. ആകാശം നോക്കി ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ, മുകളിലേക്ക് നോക്കി ഇവിടെയുള്ള ശാഠ്യങ്ങളും ദേഷ്യങ്ങളും നിരാശകളും ഒക്കെ നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കിയവൻ, ഉയരങ്ങളിലേക്ക് നോക്കി ജീവിക്കുക, പ്രത്യാശയിൽ ജീവിക്കുക. വേദപുസ്തകം ഒരു പ്രത്യാശയുള്ള കഥകളുടെ ഒരു സമാഹാരമാണ്. ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രത്യാശ നൽകുന്ന ഒരുപാട് കഥകളുണ്ട്. അത് മാത്രമൊന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ? അത് മാത്രം നമുക്കൊന്ന് ശേഖരിക്കാൻ പറ്റും. ബൈബിളിലെ പ്രത്യാശാഗീതങ്ങൾ. സന്താന ഭാഗ്യമില്ലാത്ത ഒരു പുരുഷനും ഒരു സ്ത്രീയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലിലെ മണൽത്തരി പോലെയും സന്താന സൗഭാഗ്യമുള്ളതായി കിനാവ് കാണുന്ന ഒരു കഥയിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ പ്രത്യാശയുടെ കഥകൾ. ഒരു ചെറിയ കൂട്ടം മനുഷ്യരെ കൊണ്ട് ഒരു മഹാസൈന്യത്തെ തോൽപ്പിക്കാൻ കർത്താവ് ക്ഷണിച്ച ഗിദയോൻ, സിംഹക്കൂട്ടിലെ ദാനിയേൽ, അപമാനിതയായ ഹന്ന, കവണയും കല്ലുമായി ഗോലിയാത്ത് എന്ന മഹാമനുഷ്യനെ നിലംപതിപ്പിച്ച ദാവീദ്, ജെറുസലേമിൻ്റെ പുനർനിർമ്മാണം എന്ന ഭാരിച്ച ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന നെഹമ്യാവ്, തീരാ കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും കടന്നുപോയ ഇയ്യോബ്, തഴുതിട്ട ഒരു മുറിക്കകത്ത് ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ ധൈര്യം ചോർന്നുപോയ അപ്പോസ്തലന്മാർ, എത്രമാത്രം അകന്നുപോയോ അത്രമാത്രം തിരികെ നടന്ന ശൗൽ, പൗലോസ്, മരണനേരത്ത് പോലും പ്രത്യാശയോടെ ആകാശത്തേക്ക് നോക്കിയ സ്തെഫാനോസ്. ഇങ്ങനെ എത്ര പ്രത്യാശയുടെ കഥകളാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കി ജീവിക്കുക, പ്രത്യാശയിൽ ജീവിക്കുക. പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, അന്ന് നമ്മുടെ അവസാനമാണ്. എപ്പോഴും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രേരകമാണ് പ്രതീക്ഷ. എത്ര നിരാശയുടെയും നഷ്ടപ്പെടലിൻ്റെയും കൊടിയ ഭാരത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുട്ടികളുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലെ വരികൾ എങ്ങനെയാണ്? ഡേ ബൈ ഡേ ലോർഡ് ഐ പ്രേ ടു യു, to see you more clearly,
ടു ലവ് യു മോർ ഡിയർലി, ടു ഫോളോ യു മോർ നിയർലി. പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ കർത്താവിനെ സേവിപ്പാനും സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ. നിങ്ങൾ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുവോളം ഇവിടെ ഇരിക്കണം. ഈ ശക്തി എന്തിനുള്ളതാണ്? നമ്പർ 1, ഇത് ആലോചനയുടെ ശക്തിയാണ്. 2, അന്ധകാരത്തിൻ്റെ കോട്ടകളെ തകർക്കാനുള്ള ശക്തിയാണ്. 3, ഈ ലോകത്ത് ദൗത്യം നിർവഹിക്കാനുള്ള ശക്തിയാണ്. 4, കഷ്ടത സഹിക്കാനുള്ള ശക്തിയാണ്. 5, പ്രത്യാശിക്കാനുള്ള ശക്തിയാണ്. ക്രിസ്തീയ പ്രത്യാശയിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ്